വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് മോശയോടും അഹ്റോനോടും മറ്റ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവരുടെ പാളയത്തിലെ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചിരുന്നതുകൊണ്ട് ആ പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്തണമായിരുന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ കുഷ്ഠരോഗികളെയും താൽക്കാലിക അശുദ്ധിയുള്ളവരെയും പാളയത്തിന് പുറത്തേക്ക് മാറ്റിയിരുന്നു. വിവിധ തെറ്റുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എങ്ങനെയെന്നും വ്രതമനുഷ്ഠിക്കുമ്പോൾ എടുക്കേണ്ട കരുതലുകൾ എന്താണെന്നും കർത്താവ് മോശയോട് കൽപ്പിച്ചു. പുരോഹിതരായ അഹ്റോനോടും പുത്രന്മാരോടും ജനങ്ങളെ എങ്ങനെ ആശീർവദിക്കണമെന്ന് കർത്താവ് അരുളി ചെയ്തു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. മോശ കൂടാരം സ്ഥാപിച്ചതിന് ശേഷം അതും അതിൻ്റെ സാമഗ്രികളും ബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. ഓരോ ദിവസവും കാഴ്ചയർപ്പിക്കേണ്ടതിൻ്റെ ചുമതല ഓരോ ഗോത്രത്തലവന്മാർക്കായിരുന്നു. അങ്ങനെ 12 ദിവസം 12 ഗോത്രത്തലവന്മാർ വിവിധ കാഴ്ചകൾ അർപ്പിച്ചു. കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിൻ്റെ മുകളിൽ നിന്ന് 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു. സംഖ്യാപുസ്തകം 7-ാം അധ്യായം 89-ാം തിരുവചനം. 7 വിളക്കുകാലുകളിൽ ദീപസജ്ജീകരണം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്തു. പുരോഹിതവർഗമായ ലേവ്യരുടെ സമർപ്പണം ശുദ്ധിയോടെ ആയിരിക്കണമെന്നും അപ്രകാരം മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവ്യരെ കർത്താവിനെ പ്രതിഷ്ഠിച്ചു. ലേവ്യർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് വസ്ത്രമലക്കി. അഹ്റോൻ അവരെ നീരാജനമായി കർത്താവിന് സമർപ്പിച്ചു. അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്റോൻ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 8-ാം അധ്യായം 21-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.